വരൂ ഗൈസ്, നമുക്കൊന്ന് നാട് വിട്ടിട്ട് വരാം. ബൈ ദ വേ, ഇനി റിസൾട്ട് വരാൻ അധികം ദിവസങ്ങളൊന്നും ഇല്ല. അപ്പം ആ മാത്സിൻ്റെ പേപ്പറിനകത്ത് എന്തൊക്കെ എഴുതി വെച്ചെന്നൊന്ന് ആലോചിച്ച് നോക്കിയാൽ 2 ക്വസ്റ്റ്യൻ വല്ല ലാസ്റ്റത്തെ 2 ക്വസ്റ്റ്യൻ വല്ലതും ഒക്കെ ശരിയായാലായി. ഇത് കണ്ട് മോട്ടീവായി നാട് വിടാൻ നിൽക്കുന്നവർ നിങ്ങളുടെ റിസ്കിൽ മാത്രം നാട് വിടുക. അങ്ങനെ ബാക്ക് ടു ദ പോയിൻറ്റ്, ആ പൈപ്പിൽ നിന്ന് ഓരോ ട്രെയിൻ പോകുമ്പോഴത്തേക്ക് എന്താണ്ട് വാതകങ്ങളും വെളിയിൽ വന്നുകൊണ്ടിരുന്നു. ഇതായിരുന്നു എൻ്റെ ടിക്കറ്റ്. ഇത് പ്രൂഫാണ്, ഞാൻ കള്ളമുണ്ടെന്നും അറിയാമല്ലോ കേട്ടോ. അങ്ങനെ ഞാൻ കുറേ നേരം അവിടെ ഇരുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി. അവിടെ എന്തിനാ ആൾക്കാർ പോകുന്നത്, ഇവിടെ എന്തിനാ ആൾക്കാർ പോകുന്നത്, അവിടെ എന്താ ആൾക്കാർ കൂടിയിരിക്കുന്നത്, ഈ പെട്ടി എന്തിനാ അടുക്കി വെച്ചിരിക്കുന്നത്, ഇരിക്കാനാണോ നിൽക്കാനാണോ, അങ്ങനെ കുറേ ചിന്തകളും ഒക്കെ ആയിട്ട് നിന്നപ്പോഴത്തേക്ക് നമ്മൾ ട്രെയിനെത്തി. ഞാൻ ട്രെയിനിൻ്റെ അകത്ത് കയറി. നല്ല എറണവും ഭാഗ്യവും ഉണ്ടായതുകൊണ്ട് തന്നെ എനിക്ക് ഇരിക്കാൻ സീറ്റ് കിട്ടിയില്ല. അങ്ങനെ നമ്മൾ പ്രകൃതി രമണീയതയെല്ലാം ആസ്വദിച്ച് വണ്ടിയിൽ കയറി പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ആദ്യത്തെ സ്റ്റോപ്പായ മയ്യനാടെത്തി. മയ്യനാട് കഴിഞ്ഞ് കുറേ കായലും കടലും പുഴയും അരുവിയും കാടും അതും ഇതും എല്ലാം കടന്നിട്ട് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. കുറേ നേരം നിന്ന് ലാസ്റ്റ് എനിക്ക് സീറ്റ് കിട്ടി. 49 എന്ന് പറയുന്ന സീറ്റ് കിട്ടി. അവിടെ ഇരുന്ന് ഞാൻ വെളിയിലോട്ട് നോക്കിയപ്പോൾ ഈ കമ്പിയൊക്കെ കണ്ടപ്പോൾ എനിക്ക് മറ്റേ മര്യാദരാമ സിനിമയിലെ ദിലീപിൻ്റെ ഒരു സീൻ ഓർമ്മ വന്നു. അങ്ങനെ ഇരുന്ന് ചിന്തിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് നമ്മൾ പ്ലാറ്റ്ഫോം എത്തി, പേട്ടയെത്തി, തിരുവനന്തപുരം പേട്ടയെത്തി. അങ്ങനെ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു കൂടുതൽ എംപ്ലോയീസ് ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ ഓരോരുത്തരെയും ഒബ്സർവ് ചെയ്ത് പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴത്തേക്ക് ഞാൻ ഇത് കണ്ടത്, ഇവിടെ വല്ലതൊക്കെ നമ്മൾ ആ ടൈമിലൊക്കെ അകപ്പെട്ട് ആ ടൈമിൽ തന്നെ ട്രെയിനൊക്കെ ഒന്ന് എൻ്റെ പൊന്നളിയാ ഡാർക്ക്. അങ്ങനെ നിന്നപ്പോഴത്തേക്ക് ഇതിലെ വിജയൽ അതല്ലേ എനിക്കിത് കണ്ടിട്ട് കൂടുതലൊന്നും മനസ്സിലായതുകൊണ്ട് ഞാൻ കൂടുതൽ വേറെ സമയം കളഞ്ഞില്ല. അവിടെ നിന്ന് ഞാൻ വെളിയിലിറങ്ങി ഒരു ലോട്ടറി എടുത്തു. അങ്ങനെ എടുക്കാത്ത ഞാനാണ്, പക്ഷേ ഈ ചേച്ചീനെ കണ്ടപ്പോൾ ഞാൻ എടുത്തു. പരമാവധി ആ ചേച്ചിയുടെ നിന്ന് എല്ലാവരും ലോട്ടറി എടുക്കാൻ നോക്കുക. അന്ന് തന്നെയായിരുന്നു റിസൾട്ട്. എനിക്ക് നല്ല ഭാഗ്യകരണം ഉണ്ടായതുകൊണ്ട് അത് ഓടിച്ചില്ല. അങ്ങനെ പിന്നെ ഞാൻ ഓട്ടോറിക്ഷ കയറി പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഓരോ സ്ഥലത്തിൻ്റെ പേര് പറയണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിട്ടും എനിക്ക് പറയാൻ പറ്റുന്നില്ല, കാരണം എനിക്കത് ഓർമ്മയില്ല എവിടെയാണുള്ളതെന്നൊന്നും. അങ്ങനെ ഞാൻ ഈ എസ്തറ്റിക്കാണ്, ഈ ഓട്ടോറിക്ഷ പോകുന്നത് എസ്തറ്റിക്കാണ് എന്ന് പറയുന്നവർക്ക് അത് റിയലിനകത്ത് എസ്തറ്റിക്കാണ്. പക്ഷേ ഈ റീലിനകത്ത്, അതായത് ഈ ക്യാമറയെ പതിപ്പിക്കുമ്പോൾ ഒന്നെങ്കിൽ അത് iPhone S24 കൈ വേണം, അതല്ലെങ്കിൽ നല്ലൊരു ക്യാമറ ഉള്ളൊരു ഫോണായിരിക്കണം. എൻ്റെ ഇരിക്കുന്ന ഒരു Moto G04, അതുകൊണ്ട് ഇതിനകത്ത് ഇങ്ങനെയൊക്കെ എസ്തറ്റിക്ക് കിട്ടത്തുള്ളൂ കേട്ടോ. പിന്നെ ഒരു സ്ഥലത്തെത്തിയപ്പം നമ്മൾ ഇറങ്ങി. അവിടെ നോക്കിയപ്പോൾ ഒരു മരം നിറച്ച് റംബുട്ടാൻ. ചാടി പറിക്കണമെന്നുണ്ടായിട്ട് ഞാൻ പറിച്ചില്ല. പിന്നീട് വീട്ടിൽ വിളിച്ച് ഉമ്മ പറഞ്ഞ് എൻ്റെ അടുത്ത് വാപ്പ പൊറോട്ടയും ബീഫും മേടിച്ചുകൊണ്ട് വന്നു. അതുകൊണ്ട് നമ്മൾ KSRTC ബസ്സിൽ കയറി വീട്ടിൽ പോകും. അല്ലെങ്കിൽ അധോലോകങ്ങളൊന്നും എന്നെ അർഹിക്കുന്നില്ല. അപ്പം ശരി എന്തായാലും.